ഹലോ, വെൽക്കം ബാക്ക്. ഈ ചൂടുകാലത്ത് ഒന്ന് കൂളാവാൻ വേണ്ടി വെറും 3 ചേരുവകൾ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ്. ഇതുപോലത്തെ ചെറിയ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടാതെ ഇതിലേക്ക് കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഫ്രഷ് ക്രീം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമും നമുക്ക് ഐസ്ക്രീമും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാവും നല്ലത്. പിന്നെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആവുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായി ബീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഇനി ഇത് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രീസറിൽ ഒരു 3 മണിക്കൂറോളം വെക്കണം. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അതുപോലെ തന്നെ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഒരു ഡെക്കറേഷന് വേണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുത്ത് കഴിക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. ആകെ ഈ ഒരു ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യുന്ന ഒരു പണിയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.